അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും മക്കൾക്ക് സുഖമാണ്. പിന്നെ നമ്മൾ ആധാർ എടുക്കാൻ പോരുന്നു കൊച്ചു മോനിക്ക്. അപ്പം നെറ്റില്ലായിരുന്നു. പിന്നെ ഇനി തിരിച്ചു വന്ന് ഓട്ടോ വിളിച്ച് പോയി. ഓട്ടോ വിളിച്ച് തന്നെ തിരിച്ചു വന്ന്. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇന്ന് വീഡിയോ ഇടാത്ത എന്തിന് എജിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് BP ലോ ആയിപ്പോയി മക്കളെ. രാവിലെ തൊട്ടേ BP ലോ. എനിക്കാ വലിയ പാട്. എന്നിട്ട് എല്ലാ ജോലിയും ഒതുക്കി തുണികളും ഒക്കെ കഴുകിയിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ വന്നാൽ ടയേർഡാണ്. പിന്നെ എന്താണ് ചോറൊക്കെ കഴിച്ച് ചായ ഇട്ട് വെച്ചേക്കണം കുടിക്കാനായിട്ട്. ഇനിയിപ്പോൾ നാളെ പോകണം. ഇനി സ്കൂൾ തുറക്കാൻ ഇത്തിരി ദിവസമേ ഉള്ളൂ. കുറേ ജോലിയുണ്ട്. എന്താണ് മോളെ മെയിനായിട്ട് സ്കൂളിൽ ചേർക്കണം. എല്ലാം പറഞ്ഞിട്ടിട്ടേ ഉള്ളൂ, പൈസ അടച്ചിട്ടില്ല. അപ്പോൾ 25-ാം തീയതി കഴിയണം, 26-ാം തീയതി ആവണം. 28-ാം തീയതി പിന്നെ പെരുന്നാളായി. നമ്മുടെ ഹജ്ജ് പെരുന്നാൾ. പിന്നെ എന്താണ് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എനിക്കൊരു ഫാമിലി പോലെയാണ്. എത്ര ഇത്താമാരും എത്ര കാര്യങ്ങളാണ് വിളിക്കുന്നത്. അൽഹംദുലില്ലാ സന്തോഷം. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ഷാൻ എങ്ങനെയുണ്ട്, ഷാൻ എങ്ങനെയുണ്ട്. അൽഹംദുലില്ലാ വൈകിട്ട് വരും, കാപ്പി കുടിക്കും, കുളിക്കും, കാപ്പി കുടിക്കും, കിടക്കിടന്ന് ഉറങ്ങും. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞില്ലേ. പിന്നെ എനിക്കിപ്പം ഷാൻ എന്തിനു നീ സ്വീകരിച്ച് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു കുടിയൻ അറിഞ്ഞില്ലേ, അവൻ പെട്ടെന്ന് കുടി മടിയാക്കൂല. അപ്പോൾ ഷാനെ സ്വീകരിച്ച എന്തർത്ഥത്തിലാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. വയറിലൊരു കുഞ്ഞുണ്ട്. അപ്പം എന്തായാലും ഒരു തന്തയായിട്ട് ഒരാൾ വേണമല്ലോ, അപ്പോൾ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷാനെ സ്വീകരിച്ചത്. പിന്നെ നന്നായാലും ഷാനിക്ക് കൊള്ളാം, നശിച്ചാലും ഷാനിക്ക് കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയല്ല, 38 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അവർക്ക് കുടുംബം വേണമെങ്കിൽ നന്നാവും. അൽഹംദുലില്ലാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എന്തിനിപ്പോൾ കുഴപ്പമുണ്ടായാലും നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചാലും ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ 2-3 ദിവസം കൊണ്ട് പണിക്ക് പൈസയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ട് താരക്കം ഇങ്ങോട്ട് താരക്കം, അതൊക്കെ ഈ കൂലിപ്പണിയിലുള്ളതാണ്. കിട്ടുമ്പോൾ എന്തെങ്കിലും ആദ്യത്തെ വെള്ളത്തിൻ്റെ സമയത്ത് മാത്രം ഒരു ശമ്പളം ഉള്ളതല്ല. അതൊരു 500-600. ചില ദിവസം വണ്ടി മണ്ണടി ഉണ്ടെങ്കിൽ 1000 രൂപ കിട്ടും. 1000 രൂപയിൽ 100 രൂപ പെട്രോളും പിന്നെ ഫുഡ് ചിലവിനൊക്കെ എല്ലാം കൂടെ 350 രൂപ ചിലവ്. വണ്ടിയിലെ ചൂടടിച്ച് ഹീറ്റ്, അപ്പോഴ് വെള്ളം കുടി, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് 100 രൂപ. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പം വെള്ളത്തിൻ്റെ പോകുമ്പോൾ 100 രൂപ ചിലവുണ്ടായിരുന്നു. ഇപ്പം അത് കൊടുക്കൂല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാമല്ലോ. നമ്മളെ വീട്ടു സാധനവും ചിലപ്പം വീട്ടു ചിലവ് നടന്നു പോകും. വലിയ ചിലവില്ലല്ലോ നമ്മൾ ഫാമിലി. ഇപ്പോൾ കടയിൽ നിന്ന് പറ്റാണ് മേടിക്കുന്നത്. അപ്പോൾ ഡെയിലി അല്ല കൊടുക്കുന്നത്, മാസത്തിലാണ് ഞാനാണ് കൊടുക്കുന്നത് പറ്റൊക്കെ. ഞാൻ എന്താണ് ഹോസ്പിറ്റൽ ചിലവിനെങ്കിലും പഠിച്ചോനെ പൈസ കിട്ടിയാൽ മതി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്കോയ്ക്ക് വേണം നല്ലൊരു എമൗണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു ഇതുവരെ എന്താണ് എത്തിച്ചല്ലോ. നമുക്ക് ആരെയും പൈസയൊന്നും വേണ്ട. വാകേറിയ ദൈവം ഇരയും തരും എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഇവിടം വരെ എത്തിയതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് വിജയമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാ ഈ കിട്ടിയിരിക്കുന്നത് എൻ്റെ എൻ്റെ ഒരു ഇത്തൂസ് തന്നതാണ് എനിക്ക്. അപ്പോഴത്തേക്ക് അവരേക്ക് അൽഹംദുലില്ലാ ഞാൻ എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴും പടച്ചോനെ അവർക്ക് ഓർക്കും. പിന്നെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കഴിക്കാനും ഒക്കെ. പറഞ്ഞില്ലേ നമ്മൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇവിടം വരെ എത്തി. ആര്? റബ്ബിൻ്റെ പടപ്പുകളാണ് നമ്മൾ. പടച്ചവൻ തെറ്റ് എന്താണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ മതി. റബ്ബ് 1000 മുമ്പ് നിന്നെ കളിയാക്കിയാൽ റബ്ബിൻ്റെ കോടതിയിൽ ചിലപ്പോൾ നീ രാജകുമാരി ആയിരിക്കും. അത്രയല്ലേ. ഇന്നൊരു പുതിയ ഇസ്ലാമിയായ ഒരാളൊരു സൂറത്ത് ഓതുന്നത് ലൈവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണെന്ന് പറയില്ല. അൽഹംദുലില്ലാ ഓതിയല്ലോ. നമ്മളിപ്പം പള്ളിയിൽ പഠിക്കുന്ന ഒരാളും പഠിക്കാത്ത ഒരാളും ഇപ്പോഴൊക്കെയല്ലേ ഓൺലൈൻ ക്ലാസ്, പണ്ട് അങ്ങനെ അല്ല. മദ്രസയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ തജ്വീദാണ് ആദ്യം പഠിക്കുന്നത്. തജ്വീദ് പഠിച്ച് നമ്മൾ ആദ്യം അക്ഷരം പഠിച്ച് തജ്വീദ് പഠിച്ചിട്ട് ഖുർആനിലോട്ട് തുടങ്ങും. 2 തൊട്ട് ഖുർആനുണ്ട്, ഖുർആനിലോട്ട് തുടങ്ങും. നമ്മളൊരു ഹർഫും ഒരു ഹറക്കത്തും നമ്മൾ പഠിക്കുന്നത് എന്താണ് തജ്വീദ് അനുസരിച്ചാണ് പിന്നെ ഓതുന്നത്. ഇപ്പോൾ ഉസ്താദ് തന്നെ ചോദിക്കും, ഒരു പെട്ടെന്ന് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, തജ്വീദ് പഠിപ്പിച്ചാണ് നമ്മൾ പഠിക്കുന്ന ടൈമിന്. ലം യലിദ് ഇതിൻ്റെ നിയമം എന്താണ് നജ്ല എന്ന് ചോദിക്കും. പട്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ തജ്വീദ് പഠിച്ച് എന്താണ് നമുക്ക് ഏത് സുക്കൂനുള്ള നൂന് അതുപോലുള്ള ഖുർആനിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട്. നമ്മളൊരാൾ
കേട്ടോതി പഠിക്കുന്നതും നമ്മൾ മദ്രസ പോയി പഠിക്കുന്നതും രണ്ടാണ്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അൽഹംദുലില്ലാ നമുക്കിപ്പോൾ 2.5 മാസം കൊണ്ട് പുതിയ ഇസ്ലാമി അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പുതിയ ഇസ്ലാം മതം സ്വീകരിച്ച് വരുന്ന ആൾക്ക് ഒരു അടിസ്ഥാനം മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഉസ്താക്കന്മാരെ ക്ലാസ്സുകളുണ്ട്, സ്ത്രീകൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, റമദാനിക്ക് ക്ലാസ്സുകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. യൂട്യൂബ് സ്റ്റാർട്ടിങ് ആയി അങ്ങനെ ചെയ്തിടണമെന്ന്. പിന്നെയാണ് എന്നെ എടുത്തിട്ട് അങ്ങ് പച്ചയ്ക്ക് ചീന്തി. അപ്പോൾ എനിക്കും ഇതൊന്ന് ഇങ്ങനെ ആയി. ഇപ്പം നമ്മുടെ ഒരു യൂട്യൂബിൽ തന്നെ പല രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ ഓതി. അൽഹംദുലില്ലാ സന്തോഷം. തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മറ്റുള്ളവർ പഠിപ്പിച്ച് വരുന്നതാണ്. നമ്മൾ ഈ ഖുർആനിൽ ഏറ്റവും അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാത്തിഹയാണ്. പിന്നെ നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്. ഫർള് എന്ന് പറഞ്ഞാൽ 5 വഖത്ത് നിസ്കാരം അള്ളാഹു ഫർളാക്കി. ആ ഫർളിൽ നമ്മൾ ഫർളാക്കിയ കാര്യങ്ങൾ, ഫർളെന്ന് പറഞ്ഞാൽ നിർബന്ധം, ഫർളാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. സുന്നത്ത് നമുക്ക് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചെയ്യുന്ന ഒരു കാര്യം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊന്നും പക്കാ ദിലിന് നടക്കുന്ന ഒരാളല്ല, എന്നിലുണ്ട് തെറ്റുകുറ്റങ്ങൾ. നമ്മളിപ്പം ഒരു കൊതുക് നമ്മുടെ ഇവിടെ വന്നിരുന്ന് കടിച്ചു. അപ്പോഴും നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞാൽ നമ്മുടെ നിസ്കാരം പോയി. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ സഹിയിട്ട് ചൊറിയണം എന്ന് തോന്നിയാൽ 1 ചൊറി, 2, 3 നിർത്തുക, അത്രയേ ഉള്ളൂ. അത് അത്രയാണ്. പിന്നെ നമുക്ക് ഉമ്മ ബാപ്പ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെ ക്ലാസ് എടുക്കാൻ വന്നതല്ല, ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഉമ്മ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ മക്കൾക്കും. അത് നമ്മൾ ചിലപ്പം പല കാര്യത്തിലും ബേക്കിലോട്ട് വരും, പക്ഷേ നമ്മുടെ ഉമ്മ നമ്മുടെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു നന്മയായിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം എനിക്ക് ആരെയോ ദ്രോഹിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ നജില ഷാൻ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ സാഹചര്യം അള്ളാഹുവിൻ്റെ നിമിത്തമാണ്. എനിക്ക് പറഞ്ഞിട്ടൊന്നും ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഷാൻ നന്നായാൽ ഷാനും കൊള്ളാം, ഞാൻ നന്നായാൽ എനിക്കും കൊള്ളാം, അത്ര തന്നെ. പിന്നെ ഇനി ഒരു പ്രശ്നം വന്നാൽ നീ കരയേണ്ടി വരും. പ്രശ്നം വന്നാൽ ഷാന് അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെയല്ല, എന്താണ് ജീവിതത്തിലെന്ന് കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ മക്കൾക്ക് എപ്പോഴെങ്കിലും ഷാൻ്റെ ഭാഗത്ത് നിന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രോഹം, അതായത് ഷാൻ ഇനിയിപ്പം മുന്നോട്ട് അൽഹംദുലില്ലാ നന്നായി പോയി നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത്. അല്ലാത്ത പക്ഷം ഷാനിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ നമ്മൾ തമ്മിൽ മുന്നോട്ട് ജീവിക്കില്ല. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് മക്കളാണ് വലുത്. മക്കളേന്ന് അടി കിട്ടണേക്കാട്ടി നല്ലത് ഞാനങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. അള്ളാഹു നമ്മളെ വയറ്റിലൊരു കുഞ്ഞിനെ നൽകി. അള്ളാഹു നമുക്ക്, അതായത് ഉമ്മയും വാപ്പയും മക്കൾക്ക് വേണം. അതുകൊണ്ടിട്ടാണ് ഷാനെ ഞാൻ സ്വീകരിച്ചത്. അത് തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അവന് തെറ്റാണ് എന്ന് തിരുത്തി ജീവിതത്തിലോട്ട് വരാൻ ഉള്ള ശ്രമമുണ്ടെങ്കിൽ നമ്മൾ കൈപിടിച്ച് കൊടുക്കുക. ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കണം, എൻ്റെ അടുത്ത് വന്ന് പറയണം, അതിനുള്ളത് ഞാൻ ചെയ്തു കൊടുക്കുക. നിന്നിൽ പറ്റിയില്ലെങ്കിൽ അത് മറ്റൊരാളിൽ അള്ളാഹു നിമിത്തമാക്കിയിട്ടുണ്ട്. ഞാൻ കാരണം ഒരാൾക്ക് 1 രൂപ കൊടുക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാ റാഹത്ത്. നമുക്ക് ഉണ്ടായിട്ടല്ല നമ്മൾ കൊടുക്കണത്. എന്താണ് നമ്മളെ ദീനിൽ എന്താണ് പറയണത്? ഉള്ളവന് ആരെങ്കിലും വന്ന് കൈ നീട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം, ചിലപ്പം ഒരു നേരത്തെ കാര്യം അവൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുക. എത്രയോ നമ്മുടെ നാട്ടിൽ പണക്കാരനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ 5ൻ്റെ പൈസയിൽ ആർക്കും കൊടുക്കുകയില്ല. അവൻ നല്ല ഡ്രസ്സ് മേടിച്ച് ഇടുകയില്ല. അവനെ കണ്ട 10 രൂപ, അതായത് 75 രൂപേൻ്റെ മീറ്റർ തുണി മേടിച്ചിട്ട് 300 രൂപയും കൊടുത്ത് തച്ചിട്ടുകൊണ്ട് നടക്കും. കണ്ട ഒരു അവൻ എന്തുകൊണ്ട് എന്തിന് ജീവിക്കുന്നു? ഒന്നുമില്ല. അവന് സമ്പത്ത് കൊടുത്തിട്ട് അത് വിനിയോഗിക്കാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പാവപ്പെട്ടൻ്റെ വീടാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പം ആർക്കും ആരെയും കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും ന്യൂനതയും പരാജയവും ഫോൾട്ടുകളും ഉണ്ട്. മക്കളെ തന്നും തരാതെയും കടം തന്നും തരാതെയും ഒക്കെ പരീക്ഷിക്കും. നമുക്ക് എല്ലാവർക്കും കടബാധ്യതകളുണ്ട്. എനിക്ക്
ബാക്കി അതായത് അള്ളാഹു ഹറാമാക്കിയ രീതിയിലുള്ള പൈസ ചിലവാക്കിയിട്ട് എനിക്ക് ഇനിയില്ല. എനിക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്കിനി മറ്റ് പ്രവൃത്തി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനോ ഇല്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും, ഇൻഡയറക്റ്റ് ആരുടെടുത്തും ചോദിക്കാറില്ല. പക്ഷേ അൽഹംദുലില്ലാ ഇന്ന് ഞാൻ റാഹത്താണ്, വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും പറയുന്നുണ്ട് ഷാൻ നല്ലതാണ് അല്ലെങ്കിൽ നന്നായി എന്നിപ്പോഴൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നല്ലതായി ജീവിക്കാൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ 4 മക്കൾക്കൊപ്പം എനിക്കൊപ്പം മരിക്കും കാലം വരെയും കൈവിട്ട് കളയില്ല. പിന്നെ ജുമൈലാൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. ജുമൈല പൊന്ന, നിനക്ക് എണീച്ച് നടക്കാനും കുളിക്കാനും ബാക്കിയൊക്കെ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത്. ഞാൻ നിന്നിലൊരു ദ്രോഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് ഷാന അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിനക്കെടുക്കാം. ഞാൻ നിൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ടില്ല, ഞാൻ നിന്നുമായിട്ട് ഇടപെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പോൾ ഷാൻ അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ വന്ന് നീയും ഷാനും ഒരുമിച്ച് ജീവിച്ചാലും എൻ്റെ കൊച്ചിന് ചിലവിനതാന്ന് പറഞ്ഞ് ഞാൻ ബേക്കിൽ നിന്ന് നടക്കില്ല പൊന്ന, കേട്ടാ. അങ്ങനെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നീ മനസ്സിലാക്കിക്കോണം. നിൻ്റെ കൊച്ചിന് അങ്ങനെ വാപ്പ വേണം അല്ലെങ്കിൽ നിൻ്റെ കൊച്ചിന് അങ്ങനെ ഒരാൾ വേണം, ഷാൻ വേണമെന്ന് നീ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആരെ ചാനലിൽ? അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ തൻ്റെ ഇടം നീ ഷാനിക്ക് ഫോണിൽ വിളി, ഷാൻ്റെ ഫോണിൽ വിളിക്കുകയോ സംസാരിക്കുകയോ. ഞാൻ ഷാൻ്റെ ഫോണൊന്നും ചെക്ക് ചെയ്യുന്ന ആളല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പം ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫോൺ എനിക്ക് എൻ്റെ ഫോൺ. കാരണം എനിക്ക് പല കോളുകളും വരും, ഞാൻ അറ്റൻഡ് ചെയ്യും, ഞാൻ എടുക്കും, സംസാരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ലാത്ത സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു, എൻ്റെ വീട്ടുകാർ പോലും ഇല്ലായിരുന്നു. ഈ വീടിന് വേണ്ടി അൽഹംദുലില്ലാ 3 മക്കളെ ഓർത്ത് അൽഹംദുലില്ലാ. ഇതിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടൊന്നുമല്ല, ഇത് 960 860 സ്ക്വയർ ഫീറ്റാണ്. അത് മറന്നുപോയി കറക്റ്റ്. ഇനി അതിന് ശേഷം എക്സ്ട്രാ അടുക്കള ഇറക്കി എല്ലാം കൂടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കും. അത്രയുണ്ട് എൻ്റെ വീട്. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടല്ല. അൽഹംദുലില്ലാ അത്രയ്ക്കും പഞ്ചായത്തിൽ നിന്ന് ഇത്ര വലിയ ഹാളും 10x10 റൂമും 10x11 റൂമൊക്കെയാണ്. അതൊന്നും പറ്റൂല പഞ്ചായത്തിൽ നിന്ന്. സിറ്റ് ഔട്ട് അങ്ങനെയൊന്നും ഇറക്കാനൊന്നും പറ്റില്ല, പഞ്ചായത്തിൻ്റെ ഒരു നിബന്ധനയുണ്ട്. അപ്പം എന്ത് പൊട്ടത്തരവും പറഞ്ഞ് കേട്ടിട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ എനിക്ക് പ്രതികരിക്കാൻ വയ്യ, കാരണം എനിക്കിപ്പം ഞാൻ ടയേർഡാണ്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അൽഹംദുലില്ലാ ഇനിയിപ്പോൾ ഷാൻ പോയാലും അല്ലെങ്കിൽ നീ എങ്ങനെ ഈ മക്കളെ വളർത്തും, എന്ത് വളർത്തും? ഷാൻ പോയാലും ഷാൻ പോയില്ലെങ്കിലും മക്കളെ എപ്പോഴും വളർത്തും. ആയുസ്സും ആരോഗ്യവും ആഫിയത്തും എല്ലാം അള്ളാഹു റിസ്ക് എൻ്റെ വായിൽ നിന്ന് അങ്ങ് ഇറങ്ങി എനിക്ക് ആരോഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. അത്രയാണ്. വെല്ലുവിളിക്കാനൊന്നുമല്ല, റബ്ബിൻ്റെ കാവൽ മാത്രമേ ഉള്ളൂ. റബ്ബിനറിയാം ഞാൻ ആരാണ് എന്താണെന്ന്. കാരണം റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നെജിലാക്ക് അവിഹിതം ഒപ്പിച്ചാലും നെജില തളരില്ല, അത്രയേ ഉള്ളൂ. എന്നെ വന്ന് കുത്തി എൻ്റെ പിച്ച് ചീന്തി എൻ്റെ ശരീരത്തിൽ നിന്ന് എന്താണ് ബ്ലഡ് ഇറ്റ് വീണാലും നെജിലാരെ കണ്ണീന്നൊരു കണ്ണീരിറ്റ് വീഴില്ല. കാരണം അത്രയ്ക്ക് പാടങ്ങളിലൂടെയാണ് നെജില കഴിഞ്ഞു പോണം. പക്ഷേ ഞാൻ കാരണം ആരെയും ഒന്നും ഞാൻ പിടിച്ചു പറിച്ചിട്ടില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജുമൈലാരുടെ അടുത്ത് പറയണം, നിനക്ക് നിൻ്റെ ഷാന വേണമെങ്കിൽ എടുത്തോ. ഞാൻ ഷാൻ്റെ ഉമ്മാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ മരുമകളെ വേണമെങ്കിൽ ഞാൻ കാരണമാണ് ചിലവിന് കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ്. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ഷാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയ്ക്ക് കൊടുക്കണം. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തോളണം, അത്രയേ ഉള്ളൂ. ഇനി തിരുത്താനും പറക്കാനും ഒന്നും ഞാനില്ല. ഇനി എനിക്കൊരു ദൗത്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ പ്രസവിച്ച് 4 മക്കൾ ഭൂമിയിൽ അത് വന്ന് 4 മക്കളെ ഉള്ളം കയ്യിൽ 4 വിരല് പോലെ വലുതും ചെറുതും വിരലുണ്ടല്ലോ, ഈ 4 നമ്മളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ആദ്യം ജനിച്ചത് അതിലുള്ള അങ്ങനെയൊന്നുമല്ല, എല്ലാം ഒരു ഉമ്മ വാപ്പ. ഈ 4 വിരലിനെ 4 മക്കളെ പോലെ നോക്കണമെന്നാണ് ആഗ്രഹം. ഒരു കൈക്കുമ്പിളിൽ വളർന്നു വരുമ്പോൾ അവരെന്തരാ ചെയ്തോട്ടെ, അതൊക്കെ അവർക്ക് അള്ളാഹു വിധിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും റബ്ബ് തളർത്തണം. നെജിലാക്ക് അങ്ങനെ പറ്റില്ല. നെജിലനെ നിങ്ങൾ എത്ര താഴ്ത്തിയാലും നെജില ഉയരങ്ങളിലെത്തും, അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.